നമസ്കാരം. പോയ വാരത്തിലെ വിശേഷങ്ങൾ പ്രേക്ഷകരിലെത്തിക്കുന്ന വീക്കെൻഡിലേക്ക് സ്വാഗതം. വീക്കെൻഡിൽ ആദ്യം ഒരു സിനിമയാണ്. സിനിമയുടെ പേര് വിനോദയാത്ര അല്ലെങ്കിൽ വിവാദയാത്ര. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറിയുടെ സെൻഡ് ഓഫുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഭരണപക്ഷ മുന്നണിയും അതേപോലെ തന്നെ പ്രതിപക്ഷ മുന്നണിയും ഒന്നിച്ചൊന്നായി നിന്നുകൊണ്ട് കുമരകത്തേക്കൊരു യാത്ര സംഘടിപ്പിച്ചിരുന്നു. ആ ഉല്ലാസയാത്രയ്ക്ക് എവിടെ നിന്നാണ് പണം കണ്ടെത്തിയത്? അതാണ് BJPക്ക് ഈ അവസരത്തിൽ അറിയാനുള്ളത്. ഇവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും അഴിമതി നടമാടുകയാണ്. ഇവരുടെ ഈ ആരോപണം കേട്ടാൽ തോന്നുക ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജനപ്രതിനിധികൾ ഉല്ലാസയാത്രയ്ക്ക് പോയതെന്ന് തോന്നും. നമുക്കെല്ലാവർക്കും കൂടി, അതായത് ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാം കൂടി തൊട്ടടുത്ത് രാവിലെ പോയി വൈകിട്ട് വരാൻ കഴിയുന്ന തരത്തിൽ ഒരു യാത്രയ്ക്ക് ഞങ്ങൾ പ്ലാൻ ഇടുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ് ബുക്ക് ചെയ്യുകയും അത് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുകയും ഒക്കെ ചെയ്തത് എല്ലാവരും കൂടെ ചേർന്ന് ആലോചിച്ച് ഞാനും കൂടി പങ്കെടുത്താണ് അതെല്ലാം തീരുമാനിച്ചത്. ഒന്നാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. രണ്ടാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. പഞ്ചായത്ത് സെക്രട്ടറിക്ക് അഴിമതി നടത്തി കാശുണ്ടാക്കി കോട്ടയം കുമരകത്ത് പോയി പാർട്ടി നടത്തി എന്നുള്ള ഒരു ആരോപണമാണ് വന്നിട്ടുള്ളത്. അത് മാത്രവുമല്ല, ഞങ്ങൾ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും പഞ്ചായത്തിലെ ജീവനക്കാരടക്കമുള്ള ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് ഒരേപോലെ പൈസ ഇട്ട് ഉള്ള പരിപാടിക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ രാവിലെ പോയി വൈകിട്ടേക്കും വന്നു. അപ്പോൾ ഇതിൻ്റെ ധനം എവിടെ നിന്നുണ്ടായെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും 1000-2000 രൂപ വീതം ഓരോ ആളുകളും എടുത്ത്, അതിൽ കൂടുതലൊരു ദിവസം രാവിലെ പോയാൽ വൈകിട്ട് ചിലവാകത്തില്ലല്ലോ. അപ്പോൾ ആ പൈസ എടുത്താണ്. അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു യാത്ര പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും പൈസ ചിലവാക്കി തന്നെയാണ് പോയത്. ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള പൈസ ചിലവാക്കി പോയത്. അല്ലാതെ ഞങ്ങൾ എവിടെയെങ്കിലും ഷോപ്പിംഗ് നടത്തിയില്ല, എവിടെയെങ്കിലും ഞങ്ങൾ കരിമീൻ വാങ്ങിച്ചുകൊണ്ട് വന്നില്ല, കൊട്ടക്കണക്കിന് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ പോയി ആഹാരം കഴിച്ചു, ബസ്സിൽ വന്നു, തിരിച്ചു വന്നു, കുമരകത്ത് പോയി കണ്ടു, കേട്ടു, പോന്നു. ഇതാണ് ഉണ്ടായത്. ഇതിലെവിടെയാണ് അഴിമതി നടക്കുന്നത്? ഇതിലെവിടെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് അഴിമതി നടത്തി അത് ദൂർത്തടിക്കുന്നത്? ഞങ്ങൾ ഒരാഴ്ചയൊക്കെ ആണെങ്കിൽ ഒരാഴ്ച ഞങ്ങൾ കൊടൈക്കനാലിലോ അല്ലെങ്കിൽ ഇനി കാശ്മീരിലോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നെങ്കിൽ, ഹരിദ്വാർ, ഋഷികേശ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നെങ്കിൽ അതൊരു അഴിമതിയായിട്ട് എടുക്കാമായിരുന്നു. ഞങ്ങൾ രാവിലെ പോയി വീട്ടിലൊക്കെ ചോദിക്കാനും പറയാനും ആളുകളുള്ള പിന്നെ സ്ത്രീകളടക്കമുള്ള അവരുടെ മക്കളടക്കമുള്ള ആളുകളാണ് പോയത്. ഇതിനകത്ത് അഴിമതിയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും അഴിമതി നടമാടുകയാണ്. ഇതിനെതിരെ പ്രതികരിക്കേണ്ടതായിട്ടുള്ള പ്രതിപക്ഷം കോൺഗ്രസ് അവർ ശബ്ദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതിന് കൂട്ടുനിൽക്കുകയാണ്. ചിത്തും കാറ്റേ കൊതിച്ചു പൂങ്കാറ്റേ മണിത്തുമ്പൂവിൻ തേനും തായോ.
വിനോദയാത്ര നടത്തിയ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇനി ചില വാർത്തകൾ കാണാം. വിനോദയാത്രകൾ നടത്തുന്നവർ കാണാതെ പോകുന്ന ചില കാഴ്ചകളിലേക്ക്. ഏറം തോയ്ത്തല റോഡ് തകർന്നു കിടന്നിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം. ഏറം തോയ്ത്തല റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ടാറിളകി മാറി മെറ്റൽ നിരന്ന നിലയിലാണ് ഇപ്പോഴീ പാത. റോഡിലൂടെയുള്ള വാഹനയാത്ര അപകടം നിറഞ്ഞതാണ്. ദിവസങ്ങൾക്ക് മുൻപ് തകർന്ന റോഡിലെ ഗട്ടറിൽ ഇരുചക്രവാഹനം വീഴുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റോഡ് പൂർണ്ണമായും തകർന്നതോടെ ഓട്ടോറിക്ഷകൾ അടക്കം ഇതുവഴി വരാൻ മടിക്കുകയാണെന്നും പ്രദേശവാസികൾ ADV ന്യൂസിനോട് സൂചിപ്പിച്ചു. പിള്ളേർ ഓഫീസിൽ പോകാനൊക്കെ സ്കൂട്ടറിലും ബൈക്കിലും ഒക്കെ പോകാനൊക്കെ ഭയങ്കര വിഷമമാണ്. മഴയും കൂടെ ആയാൽ പിന്നെ പറയണ്ട. പിന്നെ ഇവിടെ അടുത്തുള്ള ഞങ്ങളൊക്കെ അവിടെ നിന്ന് എന്നും കല്ല് പറക്കി മാറ്റുക. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്ന കാര്യത്തിൽ ജനപ്രതിനിധികൾ ഒളിച്ചു കളിക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നു. 15 വർഷം കൊണ്ട് ഈ റോഡിൻ്റെ ഒരു പരിപാടി ഇതുവരെ നടത്തിയിട്ടില്ല. 5 ഒരു വണ്ടി 40 രൂപയുടെ ഓട്ടമുള്ള ഒരു ആട്ടോയ്ക്ക് ഇവിടെ വരണോ ഇപ്പോൾ 80 രൂപ കൊടുക്കണം. അതും എല്ലാവരും വരത്തില്ല. 5 മണി കഴിഞ്ഞാൽ പിന്നെ അഞ്ചലോട്ടോ ഏറത്തോട്ടോ എങ്ങോട്ട് പോകാനും യാതൊരു നിർവാഹവും ഇല്ല. 2 മെമ്പർമാർ വ്യവഹരിക്കുന്ന സ്ഥലമാണ് ഇവിടെ. അവരും കൂടെ പറയുമ്പോൾ അവർ ഇവിടെ ഒന്നും ചെയ്യത്തില്ല. ബൈപ്പാസ് റോഡുകളെല്ലാം പോയി റിപ്പയർ ചെയ്ത് കൊടുക്കും. അല്ല, ഈ റോഡിനെ പറ്റി ആ മെമ്പർമാർക്ക് യാതൊരു വിചാരവും ഇല്ല. റോഡിനെ പറ്റി ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല. ഇപ്പോൾ ശരിയാവും എന്ന് പറയത്തേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതിൽ നമ്മൾ സാധാരണ നമുക്കൊരു പരാതി ഒരു റോഡിനെ കുറിച്ച് വന്നാൽ നമ്മൾ പഞ്ചായത്ത് മെമ്പർമാരോ അതിനകത്തുള്ള അധികാരികളോടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ അവരോട് പറഞ്ഞിട്ട് അവർ പറയുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല, വേറൊരാളാണ് നിങ്ങളുടെ മെമ്പർ. അപ്പോൾ അയാൾ പറയുന്നത് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പൈസ അനുവദിച്ചിട്ടുണ്ട്, ഇന്നാവും നാളെ ആവും. ഇത് തന്നെ ഇലക്ഷന് വന്ന വോട്ട് പിടിക്കാമെന്നവരോടും ഞങ്ങൾ ഈ റോഡിനെ ദയനീയാവസ്ഥ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ് ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ ശരിയാക്കി തരാം. എവിടുന്ന് ഇതുവരെ ഈ റോഡിനെ കുറിച്ച് യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. തീർന്നിട്ടില്ല, ഒരു വാർത്ത കൂടിയുണ്ട്. ADV ന്യൂസിന്റെ മാലിന്യത്തിൽ മുങ്ങി മലനാട്ടിൽ നിന്ന് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിനായി ഒരു വാർത്ത. ചന്തമുക്ക് വട്ടമൺ പാലത്തിന് സമീപമാണ് രാത്രികാലങ്ങളിലും പകലും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. മാലിന്യങ്ങൾ ചാക്കിലാക്കി വട്ടമൺ തോടിൽ നിക്ഷേപിക്കാനെത്തിയ ആളെയും വാർത്താസംഘത്തിന് കാണാൻ കഴിഞ്ഞു. മാലിന്യം നിറഞ്ഞ വട്ടമൺ തോടും പരിസര പ്രദേശങ്ങളും ഈച്ചകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാലിന്യങ്ങൾ അഴുകി മലിനജലത്തോടൊപ്പം ഊഴ്ന്നിറങ്ങി സമീപത്തെ നിരവധി വീടുകളിലെ കിണറുകൾ പോലും മലിനമായി. കിണർ വെള്ളം കുളിക്കാനോ കുടിക്കാനോ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സമീപവാസികൾ. മാലിന്യ പ്രശ്നത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും മാലിന്യം നിക്ഷേപിക്കാനായി എത്തുന്നവരെ പിടികൂടാൻ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു. ദിവസവും വൈകുന്നേരവും പകലും ഇവിടുന്ന് ഈ വരുന്ന വണ്ടികൾ സ്ലോ ചെയ്തിട്ട് വേസ്റ്റ് ഈ പാലത്തിന് സമീപം ഈ കുഴികളിലും ഇവിടെ പരിസര പ്രദേശങ്ങളിലെല്ലാം പകലും രാത്രിയും കൊണ്ട് നിക്ഷേപിക്കുന്നു. ഈ പരിസരവാസികൾക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. കിണറ്റിലെ വെള്ളം വരെ മലിനമാകുന്നുണ്ട്. പിന്നെ പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ അർച്ചന മുതലാളിയുടെ പുരയിടത്തിൽ അവിടുന്ന് രാത്രി കാലങ്ങളിൽ എന്നും വേസ്റ്റ് കൊണ്ട് തള്ളുന്നത്. ദിവസവും നമ്മൾ കാത്തിരുന്നിട്ട് കിട്ടിയിട്ടില്ല. ദിവസം ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം കാത്തിരുന്നു, എന്നിട്ട് കിട്ടിയിട്ടില്ല. ഇതിന് പിന്നെ അധികൃതർക്ക് ഒരുപാട് പരാതികൾ ഞങ്ങൾ കൊടുത്തു. അധികൃതർ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ട് ഒരു CC ക്യാമറ ഇവിടെ നിക്ഷേപിക്കണമെന്നാണ് ജനങ്ങളുടെ താല്പര്യം. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും നമുക്ക് വിളക്കുടി ഗ്രാമപഞ്ചായത്തിലേക്ക് പോകാം. ബാർക്കോഴ വിവാദത്തിൽ മന്ത്രിമാർ രാജിവെച്ചില്ലെങ്കിലും ബിയർ വൈൻ പാർലർ വിവാദത്തിൽ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും തൊപ്പിതെറിച്ചു. LDF തീരുമാനവും പഞ്ചായത്ത് ഭരണസമിതി തീരുമാനവും മറികടന്ന് ബിയർ വൈൻ പാർലറിനായി NOC നൽകി വിവാദത്തിലായ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ് രാജിവെച്ചു. ബുധനാഴ്ച രാവിലെയാണ് സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് രാജി സമർപ്പിച്ചത്. കുന്നിക്കോട് പ്രവർത്തിച്ചിരുന്ന ബാറിന്റെ ഉടമ ലൈസൻസിനായി രംഗത്തെത്തിയെങ്കിലും രാഷ്ട്രീയ തർക്കങ്ങൾക്കൊടുവിൽ NOC നൽകിയിരുന്നില്ല. ബിയർ വൈൻ പാർലറിന് LDFും പഞ്ചായത്ത് ഭരണസമിതിയും NOC നൽകേണ്ടെന്ന് തീരുമാനിച്ചു. എന്നാൽ ഭരണസമിതിയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ NOC നൽകുകയായിരുന്നു. ഇവിടെ കഴിഞ്ഞ ഒരു 4 ദിവസം കൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പഞ്ചായത്തിൻ്റെ സമരത്തിലാണ്. സമരത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് കുന്നിക്കോട് ബിയർ പാർലർ
ഷോപ്പിൽ NOC കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് സമരം തുടങ്ങിയത്. ഇത് യഥാർത്ഥത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയും CPM-ഉം LDF-ഉം എല്ലാം ഐക്യകണ്ഠേന തീരുമാനിച്ചതാണ് ഇതിന് ലൈസൻസ് NOC കൊടുക്കേണ്ടതെന്ന്. പക്ഷേ ബാറുകാർ കൊണ്ടുവന്ന ഒരു സെക്രട്ടറി ഏതാണ്ട് 10 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന് NOC പഞ്ചായത്ത് പ്രസിഡന്റ് മീറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം കോടതി കൊടുക്കേണ്ട പേപ്പറാണെന്ന് പറഞ്ഞ് ഇടയ്ക്കൂടെ കൊണ്ടുവച്ച് ആ പ്രസിഡന്റിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചാണ് ഇത് കൊടുത്തത്. ഇപ്പോൾ ഇത് തറന്നതിന് ശേഷമാണ് ഇവിടുത്തെ ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാം അറിയുന്ന ഇത്തരം സംഭവം നടന്നിട്ടുണ്ടെന്ന്. ഉടൻ തന്നെ ഞങ്ങൾ പാർട്ടി കമ്മിറ്റി കൂടുകയും ഇത് റദ്ദ് ചെയ്യുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നതിനും നമ്മൾ തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ സമരം അപ്പോൾ LDF-ൻ്റെ ആൾക്കാർ തന്നെ CPI എന്നുള്ള രീതിയിൽ ഘടകകക്ഷികൾ ഇവിടെ സമരം ആരംഭിച്ചു. ആ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സമരം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ തെളിവുകൾ ഇവിടുത്തെ പൊതുജനങ്ങൾക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാം നമ്മൾ ഇന്നലെ തന്നെ രേഖ ചെയ്തു. കാരണം ഈ ബാറുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമേ, അതായത് നേരത്തെ ഇരുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അവർ ഈ ബാറുകാരുടെ കയ്യിൽ നിന്ന് കോഴ വാങ്ങിച്ചതും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ രേഖകളും അടക്കം ഇന്നലെ വന്ന മീഡിയകൾക്കെല്ലാം നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആൾക്കാരെല്ലാം അത് കാണുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ സെക്രട്ടറിയെ മാറ്റണമെന്നുള്ള മാറ്റി നടപടിയെടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ഭരണസമിതിയും CPM ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കൊല്ലത്ത് നിന്ന് DDP എല്ലാം ഇവിടെ വരികയും വന്ന് നിലവിലുള്ള സെക്രട്ടറിയെ മാറ്റി അസിസ്റ്റൻറ്റ് സെക്രട്ടറിക്ക് ചാർജ് കൊടുത്താണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല സുഗമമായ രീതിയിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടൽ വീണ്ടും തുറന്ന് പ്രവർത്തിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മിനിറ്റ്സിൽ പ്രസിഡന്റ് ഒപ്പിട്ട വിവരം പുറത്തായത്. ഇതോടെ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും സമരരംഗത്തേക്ക് ഇറങ്ങി. ഇതിനിടയിൽ CPM-ഉം CPI-യും തമ്മിൽ പ്രസിഡന്റിന്റെ രാജിയെ ചൊല്ലി തർക്കമായി. CPI ഒറ്റയ്ക്ക് സമരം ആരംഭിക്കുകയും LDF-ൽ പ്രതിസന്ധി രൂക്ഷമാകുകയും ചെയ്തതോടെ മിനി ജോസ് പ്രകാശിനോട് രാജിവെക്കാൻ CPM നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു. സമരങ്ങൾ പരാജയപ്പെടുമെങ്കിലും മഴക്കുഴികൾ നിർമ്മിച്ച് അറബിക്കടൽ തന്നെ വറ്റിക്കാൻ തയ്യാറെടുക്കുകയാണ് ചിലർ. CPIM അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഴക്കൊയ്ത്തിനെ കുറിച്ച് ഏരിയ തല ശില്പശാല സംഘടിപ്പിച്ചത്. അഞ്ചൽ കുന്നുംപുറത്ത് ടവറിൽ വെച്ച് നടന്ന ശില്പശാല CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം K. ബാബു പണിക്കരുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അഞ്ചൽ ഏരിയ സെക്രട്ടറി PS. സുമൻ സ്വാഗതം പറഞ്ഞു. മഴക്കൊയ്ത്ത് ശില്പശാലയിൽ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ക്ലാസ് എടുത്തു. പരിപാടിയിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ചന്ദ്രമോഹൻ, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. CPM മഴക്കുഴിയെടുക്കാൻ തയ്യാറായതോടെ സംസ്ഥാനത്ത് കനത്ത മഴയാണ് പെയ്യുന്നത്. മഴയിലെ ചില മീൻപിടുത്ത കാഴ്ചകളിലേക്ക്. മഴ ശക്തമായതോടെ ജോലിക്ക് പോകാൻ കഴിയാത്തവർക്ക് മാതൃകയാവുകയാണ് ചൂണ്ടയിടാനിറങ്ങിയ മീൻപിടുത്തക്കാർ. കനത്ത മഴയിൽ ഒഴുകിയെത്തുന്ന വരാൽ, നെടുമീൻ തുടങ്ങിയ മത്സ്യങ്ങളെ പിടികൂടാനായി ചൂണ്ടയിൽ തവളയെ കൊരുത്ത് തോട്ടിലിട്ട് കാത്തിരിക്കുന്നവർ ഒരു പഴയകാല നാട്ടിൻപുറ കാഴ്ചകളെ ഓർമ്മിപ്പിക്കുന്നു. ഒരു മീനെയെങ്കിലും കിട്ടുമെന്ന് കരുതി ഞങ്ങളും ഏറെ നേരം ഇവരോടൊപ്പം കൂടി. പക്ഷേ ഒരു മാനത്ത് കണ്ണിയെ പോലും കിട്ടിയില്ല. മണിക്കൂറുകളോളം ക്ഷമയോടെ കാത്തിരുന്നിട്ടും ഇവർക്ക് ഫലമുണ്ടായില്ല. കാത്തിരിക്കാനുള്ള സമയമോ ക്ഷമയോ ഇല്ലാത്തതിനാൽ ഞങ്ങൾ പിൻവാങ്ങി. അടുത്ത മഴയത്തെങ്കിലും ഇവർക്ക് കൈനിറയെ ചൂണ്ട നിറയെ മീൻ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോക നഴ്സ് ദിനം കടന്നുപോയത് കഴിഞ്ഞ വാരത്തിലായിരുന്നു. ADV ന്യൂസ് സ്പെഷ്യൽ റിപ്പോർട്ട് ഒരിക്കൽ കൂടി. മെയ് 12 ലോക നഴ്സ് ദിനം. നഴ്സുമാർ സമൂഹത്തിന് ചെയ്യുന്ന വിലയേറിയ സേവനങ്ങളെ ഓർമ്മിക്കുവാനാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ആധുനിക നഴ്സിംഗിൻ്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേളിൻ്റെ ജന്മദിനം ആയതുകൊണ്ടാണ് മെയ് 12 ലോക നഴ്സ് ദിനമായി ആചരിക്കുന്നത്. 1965 മുതൽ ലോക നഴ്സ് സമിതി ഈ ദിവസം ലോക നഴ്സ് ദിനമായി ആചരിക്കുന്നു. സമൂഹത്തിൽ നഴ്സുമാർ ചെയ്യുന്ന സംഭാവനകൾ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന മാലാഖമാരാണ് നഴ്സുമാർ. എന്നാൽ ഇന്ന് ആധുനിക ലോകത്ത് മനസാക്ഷി നഷ്ടമായോ എന്ന സംശയം ബാക്കി നിൽക്കുന്നു. കരുണയുടെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പ്രതീകമായാണ് നമ്മൾ നഴ്സുമാരെ കാണുന്നത്. വിശ്രമമില്ലാത്ത ജോലിഭാരവും മാനസിക പീഡനവും തുച്ഛമായ വേതനവും നഴ്സുമാർക്ക് ഈ മേഖലയിൽ നിന്ന് അകന്നുപോകാൻ കാരണമാണ്. എന്നാലും അന്താരാഷ്ട്ര നഴ്സ് ദിനത്തിൽ നമുക്ക് നഴ്സുമാരെ ആദരിക്കാം. ADV ന്യൂസ് വാർത്താ പരമ്പര മാലിന്യത്തിൽ മുങ്ങി മലനാട് ജനങ്ങൾ ഏറ്റെടുക്കുകയും വിജയം കാണുകയും ചെയ്തു. ADV ന്യൂസ് വാർത്താ പരമ്പര മാലിന്യത്തിൽ മുങ്ങി മലനാട് വിജയം കാണുന്നു. കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ ഏറ്റെടുത്ത വാർത്താ പരമ്പര വിജയത്തിലേക്ക്.
ചണ്ണപ്പട്ട വനമേഖലയിൽ വ്യാപകമായി ആശുപത്രി മാലിന്യങ്ങളും മറ്റ് മാലിന്യങ്ങളും നിക്ഷേപിക്കുന്നത് വാർത്താ പരമ്പര റിപ്പോർട്ട് ചെയ്തിരുന്നു. ADV ന്യൂസ് വാർത്താ പരമ്പരയെ തുടർന്നാണ് നടപടി സ്വീകരിക്കാൻ വനം വകുപ്പ് തയ്യാറായത്. വനമേഖലയിൽ മാലിന്യ നിക്ഷേപം തടയാൻ ഗ്രാമപഞ്ചായത്തിൻ്റെയും വനസംരക്ഷണ സമിതി അംഗങ്ങളുടെയും സഹായം തേടുമെന്നും മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P. സുഭാഷ് ADV ന്യൂസിനോട് പറഞ്ഞു. പ്രദേശം എന്ന് പറയുന്നത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഭാഗങ്ങളാണ്. വനം വകുപ്പിനെ അവിടെ പ്രത്യേകിച്ച് അഞ്ചൽ റേഞ്ചിൻ്റെ പരിധിയിൽ വളരെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. അവിടുത്തെ ജനവാസം കഴിഞ്ഞിട്ടുള്ള മേഖലയിൽ ഞങ്ങളുടെ അക്കേഷ്യ മാഞ്ചിയം പ്ലാന്റേഷനും പിന്നെ ഒരു തേക്ക് പ്ലാന്റേഷനും ഒക്കെയാണ് നടക്കുന്നത്. ആ ഭാഗത്ത് മാലിന്യത്തിന് ശല്യമില്ല. എന്തായാലും മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികൾ ഏതെങ്കിലും ലഭിച്ചാൽ രാത്രി കാലത്തും പകൽ സമയത്തും കർശനമായിട്ട് അത് നിരോധിക്കുന്നതിനുള്ള നടപടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അതിനു വേണ്ടിയിട്ട് ആ പ്രദേശത്തുള്ള വനസംരക്ഷണ സമിതി അംഗങ്ങളുടെ സഹായവും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരുടെയും സഹായം തേടിക്കൊണ്ട് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. കാരണം ഇത് കാട്ടിലുള്ള ചെറുമൃഗങ്ങൾക്ക് വരെ ഇത്തരം മാലിന്യങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് സത്വര നടപടി നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. പ്രേക്ഷകർക്കും ചുറ്റുവട്ടത്തെ മാലിന്യ പ്രശ്നങ്ങൾ ADV ന്യൂസിനെ അറിയിക്കാം. ഓണത്തോടനുബന്ധിച്ച് ജൈവ പച്ചക്കറികൾ വിപണിയിലെത്തിക്കാൻ തയ്യാറെടുക്കുകയാണ് ജില്ലാ കൃഷിത്തോട്ടം അധികൃതർ. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ കൃഷിവകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോട്ടുക്കൽ ജില്ലാ കൃഷിത്തോട്ടത്തിലാണ് വിഷവിമുക്തമായ പച്ചക്കറികൾ തയ്യാറാകുന്നത്. ഓണം വിപണിയെ ലക്ഷ്യം വെച്ചാണ് കോട്ടുക്കൽ ജില്ലാ കൃഷിത്തോട്ടത്തിൽ പൂർണ്ണമായും ജൈവ രീതിയിൽ പച്ചക്കറികൾ തയ്യാറാകുന്നത്. വെണ്ട, ചീര, വഴുതന, പാവൽ, പടവലം, പയർ തുടങ്ങിയ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ തവണ 5 ടൺ പച്ചക്കറികൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിനായി എത്തിച്ചിരുന്നു. 50 ഏക്കർ സ്ഥലത്ത് ഇത്തവണ പച്ചക്കറി വിള ഇറക്കാനാണ് കൃഷിത്തോട്ടം അധികൃതർ ലക്ഷ്യം വെക്കുന്നതെന്ന് ജില്ലാ കൃഷിഫാം സൂപ്രണ്ട് N. ചന്ദ്രശേഖരൻ ADV ന്യൂസിനോട് പറഞ്ഞു. 1971 സ്ഥാപിതമായതാണ് അഞ്ചൽ ജില്ലാ കൃഷിഫാം. സർക്കാർ നിയന്ത്രണത്തിൽ കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ഈ ഫാം നിലവിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഫാമിൻ്റെ പ്രധാന പ്രവർത്തന ഉദ്ദേശം കൊല്ലം ജില്ലയിലെ കർഷകർക്ക് ആവശ്യമായ നല്ല ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്. നടീൽ വസ്തുക്കൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പച്ചക്കറി വിത്ത്, പച്ചക്കറി തൈകൾ, ഫലവൃക്ഷ തൈകൾ, അതുപോലെ തന്നെ സൂഡോമോണസ്, കായ്ച്ചക്കടി തുടങ്ങി ടിഷ്യൂ കൾച്ചർ വാഴ തുടങ്ങി ജില്ലയിലെ കർഷകർക്ക് ആവശ്യമായ എല്ലാ നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കഴിഞ്ഞ വർഷം മുതൽ ഇതിനു പുറമെ ഓണക്കാലത്ത് ഗുണഭോക്താക്കൾ ലഭ്യമാക്കാനായി വിഷരഹിത പച്ചക്കറി കൂടി കൃഷി ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഏകദേശം 5 ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ കിറ്റുകളാക്കി കൊല്ലം ജില്ലയിൽ ഗുണഭോക്താക്കൾ വിതരണം നടത്തി. ഇത്തവണ നമ്മൾ ലക്ഷ്യമിടുന്നത് ഏകദേശം 50 ഏക്കർ സ്ഥലത്ത് വിവിധയിനം പച്ചക്കറികളായ പാവൽ, പടവലം, പയർ, വെണ്ട, വെള്ളരി, ചീര, മത്തൻ, വഴുതന, മുളക്, കുമ്പളം, കോവൽ തുടങ്ങിയവ കൃഷി ചെയ്ത് ഓണസമയത്ത് കിറ്റുകളാക്കി ഗുണഭോക്താക്കൾ വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ നിലയിൽ ഇവിടെ ഒരു ആലോചന കഴിഞ്ഞ ആഴ്ച നടന്നു. അപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ ഫാമിൻ്റെ അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കോട്ടുക്കൽ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഗുണഭോക്താക്കളുടെ ക്ലബ് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇപ്പം മെയ് മാസം 18-ാം തീയതി മുതൽ നിലവൊരുക്കൽ തുടങ്ങിക്കഴിഞ്ഞു. 18-ാം തീയതി മുതൽ തടവെടുത്ത് കൃഷി ഇറക്കുന്ന പ്രക്രിയ തുടങ്ങും. മെയ് മാസം 30-ാം തീയതി കൂടി കൃഷി ഇറക്കുന്ന പരിപാടി കഴിയും. അത് കഴിഞ്ഞ് സമയബന്ധിതമായ വളപ്രയോഗവും കള നിയന്ത്രണവും കീടനിയന്ത്രണവും നടത്തി ഏകദേശം ആഗസ്റ്റ് മാസം 20-ാം തീയതിയോടുകൂടി ഏകദേശം ഒരു 100 ടൺ പച്ചക്കറിയെങ്കിലും മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ജൈവ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് ഓണത്തിന് മുന്നോടിയായി വിപണിയിലെത്തിക്കാനാണ് പദ്ധതിയെന്നും ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന ചൂരലിനെ കുറിച്ച് ADV ന്യൂസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ട് തിരികെ എത്താം. നാട്ടിൻപുറങ്ങളിലും കാവുകളിലും സർവ്വസാധാരണമായ ചൂരലുകൾ ഇന്ന് അപ്രത്യക്ഷമാവുകയാണ്. കേരളത്തിൽ ചൂരൽ വനങ്ങളിൽ മാത്രമാണ് ഇന്ന് വ്യാപകമായി കാണുന്നത്. ചൂരൽ ലഭ്യത കേരളത്തിൽ കുറഞ്ഞതോടെ ചൂരൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും സംസ്ഥാനത്ത് താളം തെറ്റി. ഇപ്പോൾ പ്രവർത്തിക്കുന്ന ചൂരൽ ഉൽപ്പന്ന നിർമ്മാണശാലകളിലേക്ക് ആവശ്യമായ ചൂരൽ എത്തിക്കുന്നത് ബീഹാർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്.
ചൂരൽ ഇറക്കുമതി ചെയ്യാനായി കൂടുതൽ തുക ആവശ്യമായി വന്നതോടെ ചൂരൽ ഉൽപ്പന്നങ്ങളായ കസേര, ടീപ്പോ, കരകൗശല വസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് വിലയും വർദ്ധിച്ചു. സംസ്ഥാനത്തെ വനങ്ങളിൽ ചൂരൽ ലഭ്യമാണെങ്കിലും ചൂരൽ ശേഖരിക്കുവാൻ വനം വകുപ്പ് അനുമതി നൽകാറില്ല. നാട്ടിൻപുറങ്ങളിൽ നിന്നും ചൂരൽ അപ്രത്യക്ഷമായതോടെ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ് കേരളത്തിലെ ചൂരൽ ഉൽപ്പന്ന നിർമ്മാണ മേഖല. ചണ്ണപ്പേട്ടയിൽ KSEBയുടെ ചില കുസൃതിത്തരങ്ങൾ കണ്ട് തിരികെ എത്താം. ചണ്ണപ്പേട്ട മുതൽ ഓന്തുപച്ച വരെയുള്ള പാതയോരത്താണ് KSEBയുടെ ട്രാൻസ്ഫോർമറുകൾക്ക് സുരക്ഷാ വേലി ഇല്ലാത്തത്. വനമേഖലയായ ഇവിടെ വന്യജീവികൾക്ക് KSEBയുടെ ട്രാൻസ്ഫോർമറിൽ നിന്നും വൈദ്യുതാഘാതമേൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ചണ്ണപ്പേട്ട ഗ്രൗണ്ടിന് സമീപത്തെ ട്രാൻസ്ഫോർമറിന് ചുറ്റും വളർത്തുപുല്ല് നട്ടുപിടിപ്പിച്ച നിലയിലാണ്. ഓന്തുപച്ചയിലേക്കുള്ള പാതയോരത്ത് വനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ട്രാൻസ്ഫോർമറുകൾ വന്യജീവികൾക്ക് ഭീഷണി ഉയർത്തുന്നു. അപകട മുന്നറിയിപ്പ് ബോർഡ് പോസ്റ്റിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വന്യജീവികൾ അപകട മുന്നറിയിപ്പ് ബോർഡ് വായിച്ച് തിരികെ പോയിക്കൊള്ളും എന്ന പ്രതീക്ഷയിലാണ് KSEB അധികൃതർ. കുളത്തൂപ്പുഴ ശ്രീ ബാലശാസ്താ ക്ഷേത്ര പരിസരത്തെ മാലിന്യത്തെക്കുറിച്ച് ADV ന്യൂസ് വാർത്താ പരമ്പര ഒരിക്കൽ കൂടി. ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്ര പരിസരം മാലിന്യത്താൽ മൂടിയ നിലയിലാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും അനേകം ഭക്തജനങ്ങൾ ദിനംതോറും എത്തുന്ന തീർത്ഥാടക കേന്ദ്രം കൂടിയായ കുളത്തൂപ്പുഴ ശ്രീ ബാലശാസ്താ ക്ഷേത്ര പരിസരത്തിൻ്റെ ദയനീയ അവസ്ഥയിലൂടെയാണ് ഇന്ന് മാലിന്യത്തിൽ മുങ്ങി മലനാട് വാർത്താ പരമ്പര കടന്നുപോകുന്നത്. സീസണിൽ അനിയന്ത്രിതമായ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്ന കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഉപയോഗിക്കാൻ വേണ്ടത്ര ശുചിമുറികളില്ല. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുമെത്തുന്ന ഭക്തരടക്കം മലമൂത്ര വിസർജനം ചെയ്യുന്നത് ക്ഷേത്രത്തിന് സമീപത്തും കല്ലടയാറിൻ്റെ തീരത്തുമാണ്. ഭക്ഷണ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമടക്കം മാലിന്യങ്ങൾ ക്ഷേത്ര പരിസരത്ത് കുന്നുകൂടുകയാണ്. മൂക്കുപൊത്താതെ ഇതുവഴി ആർക്കും കടന്നുപോകാൻ കഴിയില്ല. ക്ഷേത്ര പരിസരത്തു നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഭക്തജനങ്ങൾ ദിനംതോറും പരാതി നൽകാറുണ്ടെങ്കിലും അധികൃതർ കണ്ണടയ്ക്കുകയാണ്. ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന കുളത്തൂപ്പുഴ ബാലശാസ്താ ക്ഷേത്രത്തിൽ ശബരിമല സീസണിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. ഇത്ര വലിയ തീർത്ഥാടക കേന്ദ്രമായിട്ടും മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ ദേവസ്വം ബോർഡിനോ കഴിഞ്ഞിട്ടില്ല. ക്ഷേത്ര പരിസരത്തെ മാലിന്യ പ്രശ്നം തീരാൻ ഇനി ശാസ്താവ് തന്നെ ശരണം. ADV ന്യൂസ് വാർത്താ പരമ്പര മാലിന്യത്തിൽ മുങ്ങി മലനാട് തുടരും. ADV ന്യൂസ് വീക്കെൻഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.